മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനും മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും അല്ലാഹുവിന്റെ പ്രവാചകനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ ഒരു സ്വഹാബിയുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സഹാബിയുണ്ടല്ലോ, ദരിദ്രനായ പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നബിതങ്ങളുടെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞില്ല. അള്ളാന്റെ റസൂല് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സ്വഹാബി നബിതങ്ങളുടെ മുമ്പിലൂടെ മിണ്ടാതെ നടന്നു പോവുകയാണ്. സലാം പറയാതെ നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ. ഖാല ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഹാദാ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ഹാദാ അബൂദർ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന ലവു സല്ലത്തല റദദിനാ അലൈ, അബൂദർ എങ്ങാണ് സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണ് ചോദിക്കുന്നത്, ആ പോകുന്നത് അബൂദർ അല്ലേ, അബൂദർ എങ്ങാണം സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കപടന്ന് പറയുമ്പോ അള്ളാന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമാവുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമാവുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുകയാ, കൈഫ തഅരിഫു യാ ജിബ്രീൽ, എന്റെ അബൂദറിനെ നിനക്കറിയുമോ ജിബ്രീല്, ഈ ചെറുപ്പക്കാരന് നിനക്ക് പരിചയമുണ്ടോ ജിബ്രീല്? കാരണം അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പടച്ചവനെ ആ അടുത്ത കാലത്താണ് റസൂലുള്ളാഹി തങ്ങളുടെ മദീനയിലേക്ക് കടന്നു വന്നത്. നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് കുറഞ്ഞ സമയമേ ആയുള്ളൂ. നാട്ടുകാർക്ക് പോലും അബൂദറിനെ അറിയാത്ത സമയമാ, ആ നാട്ടുകാർക്ക് പോലും അബൂദറിന് പരിചയമില്ലാത്ത സമയമാ. ആ സമയത്താണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുന്നത്, എനിക്ക് അബൂദറിനെ അറിയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുകയാ, എങ്ങനെ അറിയാ ജിബ്രീല്, ഈ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാ? ജിബ്രീൽ പറയുകയാ, വല്ലദീ ബഅസക ബിൽ ഹഖി നബിയാ, അല്ലാഹുവിന്റെ പ്രവാചകനോട് സത്യം ചെയ്തുകൊണ്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ് ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അശ്റു ഫിൽ അർളി. നബി തങ്ങളോട് പറയുകയാണ്, ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറഞ്ഞു തരും നബിയേ. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിന് പരിചയമില്ലായിരിക്കാം, പക്ഷേ അല്ലാഹുവിന്റെ ഏഴാകാശത്തിലുള്ള ഏത് മലക്കുകളോട് ചോദിച്ചാൽ ഈ അബൂദറിനെ അറിയാ നബിയേ, ഈ അബൂദറിന് പരിചയമുണ്ട് നബിയേ. ഈ അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ് അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, യാ ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീല് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവപ്പെട്ടവനായ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകാറുള്ള കാരണം എന്താ? എന്തുകൊണ്ടാ സ്നേഹിച്ചതെന്നറിയോ? എന്തുകൊണ്ടാ സ്നേഹിച്ചതെന്നറിയോ? അബൂദറിനുണ്ടായിരുന്ന സ്വഭാവം എന്തെന്നറിയോ? അബൂദർ റളിയല്ലാഹു തആല അൻഹു പരിത്യാഗിയായിരുന്ന സ്വഹാബിയാ. ദുനിയാവിനോട് വെറുപ്പായിരുന്നു, ആഡംബരത്തോടും സുഖത്തോടും ഈ ദുനിയാവിന്റെ
ആഡംബരങ്ങൾ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ഈ ദുനിയാവിൽ അധികാരം വേണം പടച്ചവനെ, എനിക്ക് കൊട്ടാരം വേണം, എനിക്ക് പണം വേണം, എനിക്ക് സുഖിക്കണമെന്ന് പറഞ്ഞ് ജീവിച്ച ചെറുപ്പക്കാരനല്ല അബൂദർ. ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ സ്നേഹിച്ച ചെറുപ്പക്കാരനാ. ദുനിയാവിനെ വെറുത്തവനാണ് അബൂദർ, ആഖിറത്തിനെ സ്നേഹിച്ചവനാണ് അബൂദർ. അതുകൊണ്ടാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അബൂദറിനെ പരിചയമെന്ന് നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തെ സ്നേഹിച്ചപ്പോ അബൂദറിനെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിച്ചു എന്ന് ചരിത്രം പറയുമ്പോ നമ്മളാണെങ്കിൽ നേരെ തിരിച്ചാണല്ലോ. നമുക്ക് ആഖിറത്തെ വേണ്ടല്ലോ, ആഖിറത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ലല്ലോ. ഉസ്താദേ, മരണവും ഖബറും നരകവും പരലോകവുമല്ലാതെ വേറെ ഒന്നുമില്ല. പടച്ചവനെ, മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും പറയുന്നത് പോലും ഇഷ്ടമല്ല. നമുക്ക് ദുനിയാവ് മതിയല്ലോ. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴിയെന്താ? ഈ ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നത് എങ്ങനാ? അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്ന വഴികൾ എന്താണ്? പടച്ചവനെ, നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത സ്നേഹമാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തെ സ്നേഹിച്ചു. നമ്മൾ നേരെ തിരിച്ച ആഖിറത്തെ വലിച്ചെറിഞ്ഞിട്ട് ദുനിയാവിനെ സ്നേഹിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂദർ എന്ന് പറയുന്ന സഹാബിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. അബൂദർ എന്ന് പറയുന്ന സഹാബി ഒരു പാവപ്പെട്ടവനും ഒന്നും തൻ്റെ കയ്യിൽ കരുതി വെക്കില്ല. ദുനിയാവിനോടുള്ള പ്രേമമില്ലായിരുന്നു. ദുനിയാവ് വലിച്ചെറിഞ്ഞിട്ട് നടന്ന ചെറുപ്പക്കാരനാ. ദുനിയാവിലൊന്നും കൂട്ടിവെക്കത്തില്ല. എന്ത് കൈ കിട്ടിയാലും വൈകുന്നേരമാകുന്നതിന് മുമ്പ് പാപങ്ങൾക്ക് കൊടുക്കും. ആരെങ്കിലും സമ്പത്ത് കൂട്ടിവെക്കുന്നത് കണ്ടാൽ, വലിയ വീടുകൾ പണിയുന്നത് കണ്ടാൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് പ്രസംഗം നടത്തും. ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറയും, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വരുമ്പോ ഇതൊക്കെ അള്ളാഹു തീയായി നിങ്ങളുടെ കഴുത്തിലിട്ട് തരും. അബൂദർ റളിയല്ലാഹു തആല അൻഹു സഹാബികളോട് പോലും പറയുമായിരുന്നു. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല, ഒന്നും സൂക്ഷിച്ചു വെക്കത്തില്ല അബൂദറിന്റെ കയ്യിൽ ഒന്നും ഇരിക്കാറുമില്ല. കാരണം ദുനിയാവിനോട് പ്രേമമില്ല, ആഖിറത്തോട് വല്ലാത്ത സ്നേഹം. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ അവിടെ നിന്ന് സഹിക്കാൻ കഴിയാതെ നബി തങ്ങളുടെ മുമ്പിൽ സഹാബത്ത് പോയി പരാതി പറഞ്ഞു. അബൂദറിനെ കുറിച്ച് പരാതി പറഞ്ഞു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അപ്പോഴും സ്വഹാബത്തിൽ പോയി പരാതി പറഞ്ഞു. അബൂദർ റളിയല്ലാഹു തആല അങ്ങനെ അവസാനം നാട് കടത്തി. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ പ്രവർത്തനം ഇഷ്ടപ്പെടാതെ പരാതികളായപ്പോൾ അവിടെ നിന്ന് നാട് നിർത്തിയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞ സ്വഹാബിയാ. ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ആ ജീവിതമാണ് വേണ്ടതെന്ന് പറഞ്ഞു സ്നേഹിച്ചുകൊണ്ട് ജീവിച്ച ചെറുപ്പക്കാരനാ. നിങ്ങൾക്കറിയുമോ അബൂദറിന്റെ ചരിത്രം എന്തെന്ന്? ഇന്നത്തെ മാതാപിതാക്കൾ പഠിക്കണമല്ലോ, ഇന്നത്തെ മാതാപിതാക്കൾ പഠിക്കണമല്ലോ. പടച്ചവനെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളോട്, അതാ 6ലും 7ലും 8ലും 9ലൊക്കെ പഠിക്കുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളോട് ഉമ്മമാര് വിളിച്ചിരുത്തിയിട്ട് സഹാബത്തിന്റെ കഥയല്ല പറയുന്നത്. പടച്ചവനെ, ഉമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, നല്ലതുപോലെ പഠിക്കണം മോന്, ഏറ്റവും കൂടുതൽ ഉയർന്ന മാർക്കാണ് വാങ്ങേണ്ടത്, ഉന്നത വിജയമാണ് നേടേണ്ടത് മോനെ, നല്ലതുപോലെ പഠിച്ച് ജയിച്ചാലേ നിനക്ക് നല്ല ജോലി കിട്ടൂ, നല്ല ജോലി കിട്ടിയാലേ നല്ലതുപോലെ സമ്പത്ത് കിട്ടൂ, സമ്പത്ത് കിട്ടിയാലേ ഈ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. ഉമ്മമാര് തന്റെ ചെറിയ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, സ്കൂളിൽ പഠിക്കുന്ന മക്കളെ ഉപദേശിക്കുകയാ, പണമില്ലാതെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂല, പണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പണത്തിനോടുള്ള ആർത്തിയ പിഞ്ചു മക്കളുടെ ഹൃദയത്തിനകത്തേക്ക് അവിടെ നിറച്ചു കൊടുക്കുകയാ. പടച്ചവനെ, അതുകൊണ്ടാണ് +1 പഠിക്കുന്ന പൊന്നുമകന്റെ ബാഗിനകത്ത് നിന്നും മയക്കുമരുന്ന് പിടിക്കുന്നത്, കഞ്ചാവ് കച്ചവടം നടത്തുകയാണ്. കാരണം പെട്ടെന്ന് പണമുണ്ടാക്കണമുണ്ടല്ലോ, പണമുണ്ടാക്കിയാലല്ലേ ജീവിക്കാൻ പറ്റൂ. പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപ്പാ.
നിന്റെ മക്കളെ നശിപ്പിച്ചത് നീയല്ലേ, നിന്റെ മക്കളുടെ ജീവിതം തുലച്ചത് നീയല്ലേ. എങ്കിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ ചരിത്രം നിനക്കറിയോ? അബൂദർ റളിയല്ലാഹു തആല അൻഹു പാപപ്പെട്ടവനായ സ്വഹാബി മരണത്തോട് മല്ലടിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയെയും മക്കളെയും വിളിക്കുകയാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മക്കളെ, നിങ്ങൾ വാപ്പാനെ വെറുക്കല്ലേ, വാപ്പാനോട് നിങ്ങൾക്ക് ദേഷ്യം വെക്കല്ലേ. കാരണം നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ കയ്യിൽ ഒന്നുമില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറയുകയാ, വാപ്പാടെ കയ്യിലൊന്നുമില്ല മക്കള്. വാപ്പ കള്ളു കുടിച്ച് തീർത്തതല്ല, പെണ്ണ് പിടിച്ച് തീർത്തതല്ല. വാപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വാപ്പ ഒരു പാവപ്പെട്ടവനാണ്. ഞാൻ ഇന്നു മരിച്ച എന്റെ കഫം തുണി വാങ്ങാനുള്ള പൈസ പോലും ഈ വീടിനകത്തില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് പൊതിയ തുണി വാങ്ങാൻ ഈ വീടിന്റെ അകത്ത് ഒരു രൂപയില്ല, കീറാത്ത ഒരു തുണിയുമില്ല, കഫം പൊതിയാൻ ഒരു നല്ല തുണി പോലും ഈ വീടിനകത്തില്ല. നിങ്ങളുടെ വാപ്പാടെ അവസ്ഥ ഇതാ, നിങ്ങളുടെ വാപ്പാടെ അവസ്ഥ ഇതാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി തന്റെ മരണത്തിന്റെ വേളയിൽ തന്റെ രക്തത്തിൽ പറന്ന പൊന്നുമക്കളെ പിടിച്ചിരുത്തിയിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാ. ആർക്കാടോ ലോകത്ത് ഇതുപോലെ ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുന്നത്? എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, വാപ്പാനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ പേടിക്കണ്ട. വാപ്പ മരിച്ചു കഴിഞ്ഞ എന്റെ മക്കളെന്ത് ചെയ്യണമെന്നറിയോ? എന്റെ മക്കളെന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ എന്റെ ജനാസ കുളിപ്പിക്കണേ. എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വെള്ള തുണിക്കകത്തി എന്റെ ജനാസ പൊതിഞ്ഞിട്ട് ജനങ്ങളെ നടന്നു വരുന്ന വഴിയോരത്ത് കൊണ്ടുവെക്കണം. ആ മരുഭൂമിയിലെ വഴിയുണ്ടല്ലോ, ആ വഴിയുടെ ചാരത്തിന്റെ ജനാസ കൊണ്ടുപോയി നിങ്ങൾ വെക്കണം. എന്നിട്ട് അവിടെ കാത്തു നിൽക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിൽ നിന്ന് ഉംറ കഴിഞ്ഞു വരുന്ന ആരെയെങ്കിലും കണ്ടാ അവരോട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ കഫം പൊതിഞ്ഞ് കബറടക്കാ പറയണേ മക്കളെ. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ അബൂദർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുകയാണ്. മക്കളവിടത്തെ ജനാസ കുളിപ്പിച്ചു. വാപ്പ പറഞ്ഞതുപോലെ ഉപ്പാന്റെ ജനാസ കുളിപ്പിച്ചു. എന്നിട്ട് വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞു. വാപ്പാടെ ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയോരത്ത് കൊണ്ടുവച്ചു. റബ്ബേ, ഉപ്പാന്റെ ജനാസയുടെ ചാരത്ത് മക്കള് കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു. പടച്ചവനെ, ഒരു സംഘം വരികയാണ്. ഒരു സംഘം ഇങ്ങനെ നടന്നു വരികയാണ്. ആ വരുന്ന സംഘത്തിന്റെ നേതാവ് ആരായിരുന്നെന്നറിയോ? മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഉംറ കഴിഞ്ഞ് വരികയാണ്. മക്കയിൽ നിന്ന് വരികയാണ്. ഈ മക്കള് വഴിയോരത്ത് വാപ്പാടെ ജനാസയുമായി കാത്തു നിൽക്കുകയാണ്. അവരെ കണ്ടപ്പോ അവിടെ നിന്ന് പറയുന്നു, ഈ കിടക്കുന്നത് ഞങ്ങളുടെ വാപ്പയാ, ഈ കിടക്കുന്നത് ഞങ്ങളുടെ വാപ്പയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ. മയ്യത്തടക്കാൻ കഫൻ തുണി വാങ്ങാ പൈസയില്ല, കഫൻ തുണി വാങ്ങാ പൈസയില്ല. ഒരു നല്ല തുണിയും ഞങ്ങളുടെ വീടിനകത്തില്ല. ഞങ്ങളുടെ വാപ്പയുടെ ജനാസയാണ് ഈ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രമുണ്ടല്ലോ, ആ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പയുടെ ജനാസ നിങ്ങളൊന്ന് കഫം പൊതിഞ്ഞിട്ട് കബറടക്കണം. വാപ്പാന്റെ ജനാസ വെച്ചിട്ട് മക്കള് പറയുമ്പോ സൽമാൻ റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കുന്നു, ആരാ അല്ലാഹ്
കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത, ഒരു നല്ല വസ്ത്രമില്ലാത്ത ഈ സഹാബി ആരാ പടച്ചവര്? ഈ സ്വഹാബി ആരാ പടച്ചവര്? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുടെ ചാരത്ത് സൽമാൻ തങ്ങൾ വന്നിട്ട് ആ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് ഉയർത്തുമ്പോ കിടക്കുന്നതാരാ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. ആ ജനാസ കാണുമ്പോ സൽമാൻ തങ്ങളെ വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പടച്ചവനെ അബൂദറിനെ കുറിച്ച് മരുഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് തന്റെ കുതിരപ്പുറത്ത് യുദ്ധത്തിന് വേണ്ടി കടന്നു വരുന്ന അബൂദറിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അബൂദർ ഏകനായിട്ടാണ് മരിക്കുന്നത്. പടച്ചവനെ ഏകാന്തമായ ഒരു സ്ഥലത്താണ് ഖബറടക്കുന്നത്. നാളെ അബൂദർ ഒറ്റയ്ക്കാട് മസ്സറയിലേക്ക് എഴുന്നേറ്റ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞിരുന്നല്ലോ. പടച്ചവനെ അവസാനമാ സ്വഹാബി അവിടത്തെ അതാ ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞാണ് ഖബറടക്കിയത് എന്ന് ചരിത്രം പറയുമ്പോ ആ ചെറുപ്പക്കാരനായ സഹാബിയുടെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് ചിന്തിച്ചു നോക്കടോ. ഈ ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പായിരുന്നു. നമുക്ക് സ്നേഹമാണല്ലോ, നമുക്ക് പ്രണയമാണല്ലോ, എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കണമല്ലോ, എത്ര കെട്ടിയാലും തികയുന്നില്ലല്ലോ. നമുക്ക് സമയമില്ല സഹോദരാ, ഒരു നന്മ പോലും ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സമയമില്ലല്ലോ. എല്ലാവരും ദുനിയാവിന്റെ പുറകിലാണ്. പണമുണ്ടാക്കണമല്ലോ, ഹലാലും ഹറാമും നോക്കാറില്ല. ഏത് വഴിയിലൂടെയും പണം സമ്പാദിക്കണം. പടച്ചവനെ അധികാരങ്ങൾ നേടിയെടുക്കണം. അതിന് ഏത് വൃത്തികെട്ട വഴികളും സ്വീകരിക്കുമല്ലോ. സ്ഥാനമാനങ്ങൾ വേണമല്ലോ. ദുനിയാവിലെ കൊട്ടാരങ്ങൾ പണിയുകയാണല്ലോ. എല്ലാവരും ദുനിയാവിനെ സ്നേഹിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ദുനിയാവ് ഒരുപാട് പേരെ വഞ്ചിച്ചതാ. ഈ ദുനിയാവ് ഒരുപാട് പേരെ ചതിച്ചതാ, ഒരുപാട് പേരെ വഞ്ചിച്ചതാ ഈ ദുനിയാവ്. നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത സ്നേഹം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിന്റെ പുറകെ എങ്ങനെ നടക്കാ? അതിന് ഏത് വഴിയും ഹലാലും ഹറാമും ഒന്നുമില്ല. എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം, വീട് വെക്കണം, തിന്നണം, കുടിക്കണം, സുഖിക്കണം. അള്ളാഹു തന്ന ആയുസ് എപ്പോഴാ മരണം വരുന്നെന്നറിയില്ല. ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ ഉസ്താദ് നിങ്ങൾ പറയണത് പോലെ മരണത്തിന് ശേഷമൊക്കെ അതിലൊന്നും കാര്യമില്ല. അതൊക്കെ ചുമ്മാ സ്വപ്ന ലോകത്താണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഖബർ, മരണം, നരകം, സ്വർഗം. പടച്ചവനെ, അവിടെ അരുവിയുണ്ട്, പഴമുണ്ട്, കള്ളുണ്ട്, ഇതൊക്കെ എന്താ ഉസ്താദ് നിങ്ങൾ പറയണേ? ഈ ദുനിയാവിലെ ജീവിതം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മണങ്ങനെ വാരിക്കൂട്ട കള്ള് കച്ചവടം ചെയ്യുന്നവരില്ലേ, കഞ്ചാവ് വയ്ക്കുന്നവന്മാരില്ലേ, അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെയൊക്കെ ഉണ്ടോ? അപ്പോൾ അത് കഞ്ചാവൊക്കെ ഉണ്ടോ? പ്രസിഡന്റ് ഉണ്ടോ ഉസ്താദ്? ഇവിടെ കഞ്ചാവൊക്കെ അടിക്കുന്നവരുണ്ടോ? കള്ളൊക്കെ ഉണ്ടോ ഇവിടെ? ഇപ്പം ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ? ഇപ്പം ആരെങ്കിലും കള്ളു കുടിക്കുമോ? ഇപ്പോൾ ആരും കള്ളു കുടിക്കത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കള്ളൊന്നും കുടിക്കത്തില്ല, കഞ്ചാവ് അടിക്കുന്നതെല്ലാണ്. ഇരുന്നങ്ങോട്ട് പുകയ്ക്കുക. ഉസ്താദ് ഒന്ന് വലിച്ചു പോക്കെന്നാ പറയുന്നത്. ഉസ്താദന്മാർക്ക് എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ. പള്ളിയിലെ ഖത്തീബന്മാർക്ക് പ്രസംഗിക്കാൻ പേടിയാ. കാരണം ഒറ്റയ്ക്കൊക്കെ പോകേണ്ടതല്ലേ വീട്ടിലൊക്കെ. എടാ, നിങ്ങൾ ആലോചിച്ച് നോക്കടോ, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ, ഒരു 10 കൊല്ലം, നിങ്ങളൊരു 10 കൊല്ലം മുമ്പ് ചിന്തിച്ചേ. ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ ചിന്തിക്ക്. ഒരു 10-15 വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഒറ്റ ഒരുത്തനും പള്ളി വരത്തില്ല. പള്ളി വരുന്ന ഒരാളും കള്ളും കുടിക്കില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനല്ലേ? കള്ളു കുടിക്കുന്ന ആരെങ്കിലും നിസ്കരിക്കാൻ പള്ളി വരുവോ? ഇപ്പത്തെ കാര്യമല്ല, പഴയ കാര്യം ഉണ്ടോ? ഇല്ല. പള്ളി വരുന്ന ആരെങ്കിലും കള്ളു കുടിക്കുവോ? ഇല്ല. വ്യഭിചരിച്ച് നടക്കുന്നവൻ വ്യഭിചരിച്ച് നടക്കും, അവൻ പള്ളി വരൂല്ല. പള്ളി വരുന്നവൻ വ്യഭിചരിക്കാൻ പോവില്ല. പലിശ കച്ചവടം നടത്തുന്നവൻ പലിശ കച്ചവടം നടത്തും, പള്ളി വരുമോ? പള്ളി വരത്തില്ല. ഇന്ന് കാലം മാറി. ഇന്ന് കള്ളും കുടിക്കും, പള്ളി നിസ്കരിക്കാനും വരും. അവൻ പുറത്ത് കിടന്ന് കള്ളം കുടിക്കും, പള്ളി നിസ്കരിക്കാൻ വരും. പെണ്ണും പിടിക്കും, കമ്മറ്റിക്കകത്തുവരെ കയറിയിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശ വാങ്ങരുത്, കൊടുക്കരുതെന്ന ലോട്ടറിയും വെച്ചുകൊണ്ട് 1ാമത്തെ സപ്പി വന്നിരുന്ന് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പള്ളിയിലെ ഖത്തീബ് വെള്ളിയാഴ്ച ദിവസം കള്ളുകുടിയെക്കുറിച്ച് പറഞ്ഞാൽ, പെണ്ണുപിടിയെക്കുറിച്ച് പറഞ്ഞാൽ, പലിശ കച്ചവടത്തിനെ കുറിച്ച് പറഞ്ഞാൽ
പള്ളിക്കകത്തിരിക്കുന്നവൻ പറയാം, അളിയ അങ്ങേര് എന്നെക്കുറിച്ചാണ് അത് പറയുന്നത്, എന്നെക്കുറിച്ചാ എന്ന് ചിന്തിക്കുന്ന കാലം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എടോ, നമ്മളിപ്പോൾ ആര് ചോദിച്ചാലും പറയുന്നത് ബിസിയാണ് ഉസ്താദേ. എന്ത് ചോദിച്ചാലും ബിസി 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 ബിസി. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കണ എത്ര പേരാ? ഞാൻ ചോദിക്കുന്നൊരു കാര്യം, സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എത്ര പേരുണ്ടോ ഈ കൂട്ടത്തിൽ? നിങ്ങൾ പറ, ഓർമ്മ വെച്ചൊരു ദിവസം പറ. രാവിലെ സുബഹിക്ക് എഴുന്നേറ്റു, എന്നിട്ട് 7:30 മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അൽഹംദുലില്ലാ 1 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 1:30 മുമ്പ് ചോറ് കഴിച്ചു. വൈകുന്നേരം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശായിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ നേരത്തെ കാലത്ത് കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കെട്ടിയ പെണ്ണും പിള്ളയുടെ കൂടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ പോലും സമയമില്ല. തിന്നാൻ സമയമില്ല, കുടിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, ഭാര്യയെ സ്നേഹിക്കാൻ സമയമില്ല, മക്കളെ സ്നേഹിക്കാൻ സമയമില്ല, ഇബാദത്ത് ചെയ്യാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. രാവും പകലും കിടന്നിട്ട് ഇങ്ങനെ മിഷീൻ കറങ്ങണ പോലെ കറങ്ങുകയാ. എന്നാ നീ മനസ്സിലാക്കിക്കോ, അത് അള്ളാഹ് നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര കാലമായി സ്വന്തം മക്കളുടെ അടുത്തിരുന്നൊന്ന് ചിരിച്ച് കളിച്ച് ആ മക്കളെ ഒന്ന് സ്നേഹിക്കാൻ സമയം കിട്ടുന്ന എത്ര പേരുണ്ട്? കെട്ടിയ പെണ്ണിന് എല്ലാ പെണ്ണുങ്ങളുടെയും ഏറ്റവും വലിയ പരാതി, എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിക്കണല്ലോ ഉസ്താദേ, എൻ്റെ ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഉസ്താദേ. പരാതി അവൾക്ക് വേറൊന്നുമില്ല, ഒന്ന് സംസാരിക്കാൻ, അവളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ നിനക്ക് സമയമില്ല. എന്നാൽ തിന്നാൻ സമയമുണ്ടോ? അതില്ല. എടാ, നേരത്തെ കാലത്ത് ഉറങ്ങട, അതിനും സമയമില്ല. ഇത് അള്ളാഹ് നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷ. ദുനിയാവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ വശുഗലല്ലായ തബറ. ഒരിക്കലും നിന്റെ ജോലി തീരില്ല. മരിക്കുന്ന കാലം വരെ, വയസ്സാങ്കാലമായാലും നീ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഇത് റബ്ബ് നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണം ഇങ്ങനെ വാരിക്കുട്ടല്ലേ. നബിതങ്ങൾ പറയുന്നു, രണ്ടാമത്തെ ശിക്ഷ, ഒരു കാലത്തും നിന്റെ ദാരിദ്ര്യം മാറത്തില്ല. എത്ര നീ കൂട്ടിയാലും ദാരിദ്ര്യം മാറൂല. മൂന്നാമതായിട്ട് നബിതങ്ങൾ പറയുന്നു, എത്ര കിട്ടിയാലും നിനക്ക് തികയില്ല. എത്ര കിട്ടിയാലും നിനക്ക് തികയത്തില്ല, പിന്നെയും വാരി കൂട്ടണം. എടോ, നിങ്ങൾ ചിന്തിക്കുന്നത് പണമുള്ളവനാ പണക്കാരൻ എന്ന്. ഒരിക്കലും അല്ല. എടോ, പണമുള്ളവനല്ല ഏറ്റവും വലിയ പണക്കാരൻ. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാരാ? അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തെ ശിക്ഷ, ഒരിക്കലും തീരാത്ത ദുഃഖം അള്ളാഹു നിനക്ക് തരും. ഒരു കാലത്തും നിനക്ക് ദുഃഖമില്ല. അതുകൊണ്ടാ ഉസ്താദേ, പണമുണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, ഉസ്താദെ മരിച്ചാൽ മതി ഉസ്താദെ എന്ന് ചിലർ പറയുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറാമു വാരിക്കൂട്ടുകയാ. നിങ്ങൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വീടിൻ്റെ അകത്ത് 3 പാപം ചെയ്യുന്നുണ്ടോ, 3 പാപം ഏതെങ്കിലും വീടിനകത്ത് നടക്കുന്നുണ്ടോ, ആ വീട്ടുകാരുടെ ആയുസ് അള്ളാഹു കുറയ്ക്കും. ആ വീട്ടുകാരുടെ ആയുസ് അല്ലാഹു കുറയ്ക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ആയുസ് കുറഞ്ഞു പോകുന്ന ചില പാപങ്ങളുണ്ട്. അതിലെ ഒരു പാപം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നത് ഹറാമായ സമ്പത്തുണ്ടല്ലോ, ഹറാമായ പണം നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ അകത്തുണ്ടോ? പേടിക്കണം ചെറുപ്പക്കാരാ, പെങ്ങളെ പേടിക്കണം മുന്നമോള്. ഹറാമായ പണവുമായി വീട്ടിൽ കയറി വരുന്ന ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അവരുടെ ആയുസ് കുറയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 കൊല്ലം മുമ്പ് നബിതങ്ങളുണ്ടല്ലോ, സഹാബി വനിതകളുടെ മുമ്പിൽ ഇരുന്ന് നബിതങ്ങൾ ഉപദേശിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, പെണ്ണുങ്ങള്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് പഠിക്കാനൊരു ചരിത്രം പറയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? എല്ലാവരും വിചാരിച്ചു ഞാനായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബി വനിതകൾ ഞാനാണെന്ന് പറഞ്ഞ് കരുതിയിരിക്കുമ്പോ, റോഡിലൂടെ നടന്നു പോകുന്ന വിറക് വെട്ടുകാരന്റെ ഭാര്യയെ കാണുകയാ. ഒരു പാവപ്പെട്ടവളായ വിറക് വെട്ടുകാരന്റെ ഭാര്യ വഴിയിലൂടെ നടന്നു പോവുകയാണ്. ആ പെണ്ണിനെ കാണിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാ. റബ്ബേ,
സഹാബി വനിതകൾ ഓടുകയാണ്. വിറകുപെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞിരിക്കുകയാ, എന്ത് നന്മയാ പെണ്ണെ നീ ചെയ്യുന്നത്, എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? പടച്ച റബ്ബേ, ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, നിസ്കാരവും സദക്കയും ഖുർആനും ദിക്റുകളും ഇതൊക്കെയേ എന്റെ ജീവിതത്തിലുള്ളൂ. അവര് പറഞ്ഞു, ഞങ്ങളുമൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട്, പ്രത്യേകമായിട്ട് എന്തെങ്കിലും നന്മ നീ ചെയ്യുന്നുണ്ടോ? ആ സമയത്താണ് വിറക് വെട്ടുകാരന്റെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, രാവിലെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിറക് വെട്ടുന്നതിന് വേണ്ടി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ പെണ്ണവിടെന്ന് പറയുന്നു, ഇക്കാ ഹറാമായ പണവും ഹറാമായ ഭക്ഷണവും ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാനും ഞാൻ തയ്യാറാ, ഹറാമായ പണവും ഭക്ഷണവുമായി വീട്ടിലേക്ക് വരല്ലേ എന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ആ പെണ്ണവിടെന്ന് ഓർമ്മപ്പെടുത്തുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, ഹറാമിനോടുള്ള പ്രേമം കളയണ്, പണം വാരിക്കൂട്ടാനുള്ള മോഹം കളയണ്. ഹറാമായ പണമേത് വീടിനകത്താണോ സൂക്ഷിക്കുന്നത് അവരുടെ ആയുസ് കുറഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാകണോ? ദുനിയാവിനെ വലിച്ചെറിയോ, ദുനിയാവിനെ വലിച്ചെറിയോ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനിരുന്ന് ദുആ ചെയ്യുകയാ. ഒരു ചെറുപ്പക്കാരനിരുന്ന് ദുആ ചെയ്യുകയാണ്. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. പടച്ചവനെ അവിടെ നിന്ന് പോവുകയാണ്. തിരിച്ചു വരുമ്പോ അപ്പോഴും ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാ, ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ. മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ ആകാശ ലോകത്ത് നിന്ന് മൂസാ നബിയോട് പറയുന്നു, മൂസാ നബിയേ, ആ മനുഷ്യൻ അവിടെ ഇരുന്ന് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ദുആ ചെയ്യുകയാ. രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ദുആ ചെയ്ത് അവന്റെ രണ്ട് കൈയും അങ്ങ് ഒടിഞ്ഞു പോയാലും, രണ്ട് കൈയും ഒടിഞ്ഞു പോകുന്ന രീതിയിൽ അവിടെ ഇരുന്ന് ദുആ ചെയ്താലും കരഞ്ഞ് 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 അവന്റെ കണ്ണുനീര് തീർന്നിട്ട് അവന്റെ തലച്ചോറ് കണ്ണിലൂടെ ഒഴുകുന്ന രീതിയിൽ അവൻ അവിടെ ഇരുന്ന് കരഞ്ഞാൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. പടച്ചവനെ, എന്ത് പാപമാ അല്ലാ. ഈ മനുഷ്യൻ ഇതുപോലെ ദുആ ചെയ്താലും അവന്റെ ദുആ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നബിയേ, അവൻ അല്ലാഹനെ മറന്നവനാ, അവൻ ദുനിയാവിനെ സ്നേഹിച്ചവനാ, അവൻ ദുനിയാവിനെ സ്നേഹിച്ചവനാണ്, പടച്ച റബ്ബിനെ മറന്ന് നടന്നവനാണ്, അവൻ ദുനിയാവ് കെട്ടിപ്പിടിക്കാൻ നടന്നവനാണ്, ഹറാമ് സമ്പാദിച്ചവനാണ്, ഹറാമ് കഴിച്ചവനാണ്, ഹറാമ് ധരിച്ചവനാണ്. അവന്റെ ദുആയും അവന്റെ അമലുകളും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന ചരിത്രം പറയുമ്പോ, അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കണോ ചെറുപ്പക്കാരാ? ദുനിയാവിനെ വലിച്ചെറിയടാ. പണം വേണ്ടടാ, പണം വേണ്ടടാ. അല്ലാഹു മറ്റൊരുത്തന് കൊടുത്ത പണം കണ്ടിട്ട് അസൂയ വേണ്ട ചെറുപ്പക്കാരാ. നീ ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്തെന്നറിയോ? നിന്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അല്ലാഹു നിനക്ക് കിട്ടാറുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ നിന്റെ റിസ്ക് അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദുനിയാവിന് നിനക്ക് കിട്ടേണ്ടതെല്ലാം അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ ചെറുപ്പക്കാരാ ഭയപ്പെടുന്നത്? ഉപ്പമാരേ, ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ് നോക്കടോ. ദുനിയാവിന്റെ പുറകെ പോകല്ലേ, ദുനിയാവിന്റെ പുറകെ പോകല്ലേ. ഇതൊരുപാട് പേരെ വഞ്ചിച്ചതാ, ഒരുപാട് പേരെ പറ്റിച്ചതാ. ഞാൻ പറയുന്നത്, നിങ്ങൾ ദുനിയാവിനെ ഒന്ന് വലിച്ചെറിഞ്ഞു നോക്ക്. വേണ്ട
എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞു നോക്ക്. ഈ ദുനിയാവ് നിങ്ങളുടെ പുറകെ നടന്നു വരുമടോ. അധികാരം എന്തിനാ പിടിച്ചു വാങ്ങുന്നത്? എല്ലാം വലിച്ചെറിയടോ. വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞാൽ ഇതെല്ലാം നിന്റെ പുറകെ തേടി വരുമല്ലോ. നമ്മളുടെ നേതാക്കന്മാരുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കിയാ പോരെ. ഇവരൊക്കെ പണം കൊണ്ട് വിജയിച്ചവരല്ലല്ലോ. അവരൊക്കെ പവർ കൊണ്ട് ആൾബലം കൊണ്ട് വളർന്നതല്ലല്ലോ. പടച്ചവനെ, അവരുടെയൊക്കെ ജീവിതം അതായിരുന്നു. ഒരു ജോഡി വസ്ത്രം, രണ്ട് ജോഡി വസ്ത്രവുമായി ജീവിച്ച പണ്ഡിതന്മാരുടെ ചരിത്രം പഠിച്ചവരാ. അല്ലാഹു വാരിക്കോരി കൊടുത്തില്ലേ? പടച്ചവൻ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുത്തത്. ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞാൽ ആ ദുനിയാവ് നിന്റെ കാൽച്ചുവട്ടിലേക്ക് പടച്ച റബ്ബ് കൊണ്ടുവച്ച് തരുമല്ലോ. അതുകൊണ്ട് മലക്കുകൾ സ്നേഹിക്കണോ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ മലക്കുകൾ സ്നേഹിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞ സ്വഹാബിയാ. അല്ലാഹുവേ, ദുനിയാവിനെ വെറുക്കാ ഞങ്ങൾക്ക് മനസ്സ് തരണേ അല്ലാ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ മനുഷ്യനാരെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് സഹാബത്തിന്റെ മുന്നിലിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ട് സ്വഹാബ, ഇന്നലെ ഞാൻ സ്വർഗം കണ്ട് സ്വഹാബ. ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എന്റെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. ആരാണെന്ന് നബി തങ്ങൾക്ക് അറിയുന്നില്ല, പക്ഷേ നല്ല പരിചയമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾ നബി തങ്ങളോട് പറയുകയാ, അത് ബിലാലാണ് നബിയേ, അത് ബിലാലാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, മലക്കുകളെ, എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? കറുത്തവനായ നീഗ്രയായ അടിമയായ ആ ബിലാലിനെ കുറിച്ച് നബി തങ്ങൾ ചോദിക്കുന്നു, മലക്കുകളെ, നിങ്ങൾക്ക് ബിലാലിനെ അറിയുമോ? യാ റസൂലല്ലാഹ്, ബിലാലിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലിരുന്നത് പറയുമ്പോ പടച്ചവനെ, നബി തങ്ങൾ ചോദിക്കുകയാ, ഐന ബിലാൽ, എന്റെ ബിലാൽ വിട്, എന്റെ ബിലാൽ വിട്. ബിലാൽ തങ്ങൾ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ബിലാലിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടു എന്ന് നബി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് ബിലാൽ തങ്ങൾ കരയുകയാ. എവിടെ ബിലാൽ വിട്? ലബ്ബൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, ബിലാലേ, നിന്നെ ഞാൻ സ്വർഗത്തിൽ കണ്ടു ബിലാൽ. മലക്കുകൾക്ക് നിന്നെ അറിയാം ബിലാലേ, മലക്കുകൾക്ക് പരിചയമുണ്ട് ബിലാലേ. ആ മലക്കുകൾക്ക് പരിചയമുണ്ടാകാൻ നീ എന്ത് നന്മയാ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? നബി തങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ റസൂലിന് അറിയാഞ്ഞിട്ടല്ല, എല്ലാവർക്കും പഠിക്കാൻ നബി തങ്ങൾ ചോദിക്കുകയാ, എന്ത് നന്മയാ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂലല്ലേ ചോദിക്കുന്നത്. ബിലാൽ തങ്ങൾ പറഞ്ഞു, നബിയേ, ബിലാൽ തങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ടായിരുന്നു. ദായിമല്ലുളൂ, എപ്പോഴും ഒളുവെടുത്ത് നടക്കുന്ന സ്വഹാബിയാണ് സയ്യിദുനാ ബിലാൽ. എപ്പോ നോക്കിയാലും ബിലാൽ തങ്ങൾ ഒളുവെടുത്തിട്ട് നടക്കുന്ന സ്വഹാബിയാ. പടച്ചവനെ, ശുദ്ധിയായി നടക്കുന്നവരുണ്ടല്ലോ, ഒളുവെടുത്ത് നടക്കുന്നവരുണ്ടല്ലോ. ആ ഒളുവെടുത്ത് നടക്കുന്നവരെ പടച്ച റബ്ബിന്റെ മലക്കുകൾക്ക് വല്ലാത്ത സ്നേഹമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറഞ്ഞു നടക്കുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നവരോട് എനിക്ക് പറയാനുള്ള
പറയാനുള്ളത്. നിങ്ങൾ എപ്പോഴും ഒതുവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല, എപ്പോഴും ഒതുവോടുകൂടി നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എന്തേ പറയുന്നതെന്നറിയോ? നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കുമല്ലോ. ഓരോ ദിവസം 5 നേരം ബാങ്ക് പിടിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വരുമല്ലോ. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത, എപ്പോഴും ഒളുവുള്ള സഹാബിയ ബിലാൽ തങ്ങൾ. അതുകൊണ്ടാ മലക്കുകൾ സ്നേഹിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഒളുവെടുത്ത് നടക്കണ്ട. ആ നിസ്കരിക്കുന്ന സമയത്തെങ്കിലും ഒളുവെടുക്കുമ്പോൾ നേരെ ഒന്ന് എടുത്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കുന്ന സമയത്തെങ്കിലും ഒളുവെടുക്കുമ്പോൾ നേരെ എടുക്കുമോ? എന്തൊരു വപ്രാളമെന്നറിയോ? ഓടി ഇങ്ങോട്ട് വരും ചെറുപ്പക്കാർ, ഓടി ഇങ്ങോട്ട് വന്നിട്ട് 3 പ്രാവശ്യം ഹൗലിനകത്ത് കൈയിട്ടൊരു മുക്കല, ഒരൊറ്റ മുക്കല് ഇങ്ങനെ അടിയാ, എന്നിട്ട് ഓടുക നിസ്കാരം. അല്ലാഹു ആലം, പടച്ചു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ട് 2 ചങ്ങാതിമാര് മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. മഗ്രിബ് നിസ്കരിക്കാൻ 2 ചങ്ങാതിമാര് പള്ളിയിൽ പോകുമ്പോൾ ഉസ്താദ് അവസാനത്തെ റക്അത്തിലാ, തഹയ്യാത്തിൽ എങ്ങാണ്ടിരിക്ക. ഒരുത്തൻ എന്ത് ചെയ്തു? 2 പേരും പള്ളി വെച്ച് പിരിഞ്ഞു. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, അളിയ നിനക്ക് നിസ്കാരം കിട്ടിയോ? അവൻ പറഞ്ഞു, ഞാൻ ഉളുവൊക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് നിസ്കാരം കഴിഞ്ഞ് എനിക്ക് ജമാഅത്ത് കിട്ടിയില്ല. ഞാനൊക്കെ ഉളുവെടുത്തിട്ട് വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇമാമ സലാം വിട്ടി, എനിക്ക് ജമാഅത്ത് കിട്ടിയില്ല. അപ്പം മറ്റേ പഹയം പറയുക, ഞാൻ ഉളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എൻ്റെ ജമാഅത്തും പോയേനേന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവൻ എന്നാ പറഞ്ഞേ? ഞാൻ ഉളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എൻ്റെ ജമാഅത്തും പോയി. പൊട്ട ഒളു പോലും ഇല്ലാതെ കയറി നിസ്കരിച്ചിരിക്കണത്. ഇന്നത്തെ അവസ്ഥയെ നോക്കിക്കേ, ഈ ചെറുപ്പക്കാരൊക്കെ ഒളുവെടുക്കുന്നത് കണ്ട അള്ളാഹുവിനെ ഹൗലി തന്നെ മുക്കിയേക്കാൻ തോന്നും. തലകൂടെ മുക്കാൻ പറ്റുമെങ്കിൽ എന്തിനാടാ ചങ്ങാതി ഇങ്ങനെ ധൃതി കാണിക്കണേ? എടാ, നീ പള്ളിയിൽ വന്ന് സമാധാനത്തോടെ ഒളുവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറുമ്പോൾ സക്കാഫി ഉസ്താദ് സലാം വീട്ടിയാലും നിനക്ക് പ്രതിഫലം കിട്ടൂലേ? നീ ഒളുവില്ലാതെ നിസ്കരിച്ചാലോ നിന്റെ ആക്കിബത്ത് പോലും മോശമാകില്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഒളുവ് എന്താണെന്ന് ഇതുവരെ നമുക്ക് തിരിഞ്ഞിട്ടില്ല. അതാ എന്താണ് ഒളുവ്? ചുമ്മാ ഇങ്ങനെ എടുക്കണുണ്ടല്ലോ. എടാ, ഈമാനുള്ള ഒരു ചങ്ങാതിയെ നിനക്ക് കാണണോ? താടിയും തഴമ്പൊന്നുമല്ല, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. താടിയിലും തഴമ്പൊന്നുമില്ല. ഇന്നത്തെ ഉസ്താദന്മാരെക്കാരും വലിയ താടി വളർത്തുന്ന ചെറുപ്പക്കാരെയൊക്കെ കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇത്രയും താടി നീട്ടി നടക്കുന്ന ആൾക്കാരില്ലേ? ഉസ്താദന്മാർക്ക് താടിയല്ല, നമുക്കൊന്നും ഇല്ലപ്പാ. എന്നാ നമ്മളെക്കാളും വലിയ താടി, കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കുന്നവന് ഇന്നത്തെ താടിയുടെ നീളം ഉണ്ടല്ലോ. ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇമാം ഗസാലി തങ്ങൾ പറയുക, നാളെ രാവിലെ സുബഹിക്ക് പള്ളി വാ, എപ്പോഴെങ്കിലും വാ. ബാങ്ക് വിളിച്ചു കഴിയുമ്പോൾ നീ പള്ളി വന്നിട്ട് ഹൗലിന്റെ ചാരത്ത് നിൽക്ക്, ഒളുവെടുക്കുന്ന സ്ഥലത്ത് നിൽക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യൻ സമാധാനത്തോടെ ഒളുവെടുക്കുന്നത് നീ കണ്ടാൽ, സൂക്ഷ്മതയോടുകൂടി സമാധാനത്തോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളുവെടുക്കുന്നത് നീ കണ്ടാ, നീ ഉറപ്പിച്ചോ അവൻ ഈമാനുണ്ടെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനത്തോടുകൂടി ഒളുവെടുക്കുന്ന ഒരാളെ കണ്ടാ നീ ചിന്തിച്ചു കൊള്ളണം, ഓൻ ഈമാനുണ്ടെന്ന്. ഒളുവെടുക്കുന്നത് എന്തിനാ നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമാണ്, നമുക്ക് കളിയാണ്, തമാശയാണ്. എന്തിനാ ചെറുപ്പക്കാരാ പള്ളിയിൽ വരുന്നത്? ഓടി വന്ന് ഹൗദിനകത്ത് കൈകാലിട്ട് നേരെ ഒളുവെടുക്കാതെ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചാൽ ഒളുവില്ലാത്ത നിസ്കാരം പടച്ചറപ്പിനെ കളിയാക്കലല്ലേ? എന്തൊരു പാപമാ ചെറുപ്പക്കാരാ ചെയ്യുന്നത്? നിനക്ക് ഒളുവിന്റെ മഹത്വം എന്തെന്നറിയോ? ഒളുവിന്റെ മഹത്വം എന്തെന്നറിയോ? അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നിട്ട്, നബിയെ എങ്ങനെയാണ് ഒളുവെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാ നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകന് ഒളുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു ഒളുവെടുക്കാറ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തിരിച്ചു ഒളുവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, ഒളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടു പഠിച്ചു കൊള്ളണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബത്തിന് ഒളുവെടുത്ത് കാണിച്ചു കൊടുത്തു. എല്ലാവരും ഒളുവെടുക്കാൻ പഠിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ഞാൻ ഒളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളുവെടുത്താ
അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരും സ്വഹാബ. കൈ കഴുകുമ്പോ കൈ കൊണ്ട് ചെയ്ത പാപമാടാ ചെറുപ്പക്കാരാ. മുഖം കഴുകുമ്പോ, വാ കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, കാല് കഴുകുമ്പോ നിന്റെ ശരീരത്തിൽ ആ ഒറ്റുപോകുന്ന വെള്ളമുണ്ടല്ലോ, ആ ഉളുവിന്റെ വെള്ളത്തിന്റെ അകത്ത് നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു കഴുകിക്കളയുകയാ. ഇതറിയണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒളിവെടുക്കാൻ ചെന്ന കരയുകയാ, കൈകാല് വിറയ്ക്കുകയാ. സുഫിയാൻ സൗരി തങ്ങൾ ഒളിവെടുക്കാൻ ചെന്നാൽ അവിടെന്ന് കരയുകയാണ്. ഒളിവെടുക്കുമ്പോ കരയുകയാണ്, കൈകാല് വിറയ്ക്കുകയാണ്. മഹാനവറുകളുടെ നിറം പോലും അവിടെന്ന് പേടിച്ചു മാറുകയാ. അവിടത്തെ നിറം പോലും പടച്ചവനെ നിറമങ്ങ് മാറുകയാണ്. പേടിച്ച് വിറച്ചുകൊണ്ടാണ് ഒളിവെടുക്കുന്നത്. ഖബറ് കെട്ടപ്പെടല്ല, മരണം കണ്ടപ്പെടല്ല, നരകം പറഞ്ഞപ്പെടല്ല. ഒളിവെടുക്കുന്ന സമയത്ത് കരയുന്നത് കണ്ടപ്പോ തങ്ങളോട് ചോദിക്കുന്നു, തങ്ങളെ എന്തിനാ കരയുന്നത്? എന്തിനാ തങ്ങളെ കരയുന്നത്? സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 40-50 കൊല്ലം കൊണ്ട് ഒളിവെടുക്കുന്ന എന്റെ വാപ്പാ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ വാപ്പാ? ഇന്ന് വരെ നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ നിന്റെ കൈകാല് വിറച്ചിട്ടുണ്ടോ? ഞാൻ ഉളുവാണ് എടുക്കുന്നതെന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കുമുണ്ടോ? സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്തിനാണ് ഉളുവെടുക്കുന്നതെന്നറിയോ? എന്തിനാണ് ഉളുവെടുക്കുന്നതെന്നറിയോ? എന്റെ പടച്ച റബ്ബിനെ കാണാനല്ലേ ഞാൻ ഉളുവെടുക്കുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ പോകാനല്ലേ, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനല്ലേ. തോന്നിയിട്ടുണ്ടോ വാപ്പാ? ഈ ഉളുവെടുക്കുന്നത് നമസ്കരിക്കാൻ കേറാനല്ലേ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു മറയുമില്ലാതെ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് വന്ന് നിൽക്കുന്ന സമയമാണല്ലോ. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുള്ള ബോധം നിനക്ക് വേണമല്ലോ. പടച്ചവനെ, ഉളുവെടുക്കുന്നത് പടച്ച റബ്ബിനെ കാണാനാ. എങ്ങനെയാ കരയാതിരിക്കുക? എങ്ങനെ കൈകാല് വിറയ്ക്കാതിരിക്കുക? എന്റെ നിറമെങ്ങനെ മാറാതിരിക്കും? ഞാൻ പടച്ച റബ്ബിനെ കാണാനാണ് ഉളുവെടുക്കുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് മഹാനവറുകളപടന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, നിസാരമല്ലടാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ഈ ഉളുവെടുത്ത അവയവങ്ങൾ പ്രകാശിക്കും മോനെ. അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മയാ ചെറുപ്പക്കാരാ. ഓരോ ദിവസവും 5 നേരം പള്ളിയിൽ വന്ന് ഉളുവെടുക്കുമ്പോ അത് അലസത കാണിച്ച് കളയുന്നവരുണ്ടല്ലോ, പരിഗണിക്കാത്തവരുണ്ടല്ലോ, നിസാരമാക്കുന്നവരുണ്ടല്ലോ. മോനെ, ഉളുവെടുത്തിട്ട് നടക്കടാ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. നിസ്കരിക്കുമ്പോ മാത്രമല്ല, ഖുർആൻ എടുക്കുന്ന സമയത്ത് മാത്രമല്ല, എപ്പോഴും ഉളുവെടുത്തിട്ട് നടക്കണം ചെറുപ്പക്കാരാ. ഉറങ്ങുമ്പോഴും ഉളുവെടുത്തിട്ട് ഉറങ്ങടാ മോര്. കിടക്കുമ്പോഴും ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങണേ. ഒരാള് കിടന്നുറങ്ങുമ്പോ ആരാ ഉളുവെടുക്കുന്നത്? നമ്മളിൽ ആരാടോ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്നത്? നിനക്കറിയുമോ ഉളുവെടുത്തിട്ട് കിടന്നാ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഉളുവെടുത്തിട്ട് കിടന്നാൽ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് വന്ന് നിൽക്കുകയാണ്. മൻ ബാത താഹിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിളു സഅതൻ മിൻ ലൈൽ. നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാ. റബ്ബേ, ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, ഈ ഉളുവെടുത്തിട്ട് കിടക്കുന്നവന് ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാഹ്.
ഇവന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഇവനോട് കരുണ കാണിക്കണേ അല്ലാ. ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ തലഭാഗത്ത് നിന്ന് ദുആ ചെയ്യുകയാ. ഇതാണോ വുളുവിന്റെ പ്രതിഫലം? ഇതാണ് വുളുവെടുത്താ കിട്ടുന്ന പ്രതിഫലം. വുളുവോടെ കിടന്നുറങ്ങുന്നവന് കിട്ടുന്ന പ്രതിഫലം ഇതാണ്. പടച്ചവനെ, ഉറക്കമെന്ന് പറഞ്ഞ മരണമാണല്ലോ. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ, ഇത് പറഞ്ഞിട്ടല്ലേ കിടക്കുന്നത്. എഴുന്നേക്കുന്ന സമയത്ത് പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. എന്റെ ചെറുപ്പക്കാരാ, ഒതുപെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ ഒതുപെടുത്തിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. വാപ്പാ മരിക്കുകയാണെങ്കിൽ ഒതുവോടുകൂടി വേണം മരിക്കാൻ. ഒതുവോടുകൂടി മരിച്ചാൽ ഒരു മനസ്സിന് കിട്ടുന്ന ഭാഗ്യമെന്താ? അത് എല്ലാവർക്കും കിട്ടില്ലല്ലോ. ഒതുവോടുകൂടി മരിക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. ഒതുവോടുകൂടി മരിക്കുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? വല്ലാത്ത പ്രതിഫലമാ ചെറുപ്പക്കാരാ. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം മാത്രമല്ല, അസ്റായീൽ മാത്രമല്ല, ഒരാള് കൂടെ കടന്നു വരും ചെറുപ്പക്കാരാ. വാപ്പാ, ഒന്നുവോട് കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒന്നുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ, ഒന്നുപെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ, റൂഹ് പിടിക്കുന്ന സമയത്ത് ഒരാള് കടന്നു വരികയാണ്. ആരാണെന്നറിയോ? മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാവുകയാ. അത് വല്ലാത്ത ഒരു മരണമാ. അതുകൊണ്ടാണ് ഒതുപെടുത്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാൻ പറയുന്നത്. മരാരോഗം പിടിച്ച് കിടക്കുന്നവനെ ഒതുപെടുക്കാൻ, ഒതുപെടുപ്പിക്കാൻ എവിടെന്ന് പറയുന്നത്. അതുകൊണ്ട് പടച്ചവനെ, ഒതുപെടുത്ത് മരിക്കുന്ന മനുഷ്യന്റെ മരണ സമയത്ത് പോലും അല്ലാഹുവേ, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ, മലക്കുകൾക്ക് പരിചയമുള്ള രണ്ടാമത്തെ മനുഷ്യനാരാ? നിന്നെ പരിചയമുള്ള രണ്ടാമത്തെ മനുഷ്യനാരെന്നറിയോ? പടച്ചവനെ, ഒതുവോടുകൂടി നടക്കുന്നവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാ. അവരെ മലക്കുകൾ സ്നേഹിക്കുമല്ലോ, അവരെ മലക്കുകൾ സ്നേഹിക്കുമല്ലോ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. രണ്ടാമത്തെ വിഭാഗമാണ്. ഇനി മലക്കുകൾ സ്നേഹിക്കുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? മലക്കുകൾ സ്നേഹിക്കുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. മൂന്നാമത്തെ വിഭാഗമാരാ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിർത്താറായോ? നിർത്താറായോ? ഇൻഷാ അല്ലാഹ്. എൻ്റെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇത്തിരി വെള്ളം താപ്പോ. മൂന്നാമത്തെ വിഭാഗം അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്കൊന്നും തണുക്കണില്ലേ? തണുക്കണില്ല അല്ലേ? ശരി, ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.